അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഓവർസിയർ ഗ്രേഡ് 3 ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 2 പരീക്ഷ ഇന്ന് രാവിലെ നടന്നു അല്ലേ. രണ്ട് കാറ്റഗറിയിലായിട്ടാണ് പരീക്ഷ. അത് കോമൺ എക്സാം ആയിരുന്നു. 033/2024, 238/2024 ഇങ്ങനെ രണ്ട് കാറ്റഗറിയിലായിട്ടാണ് പരീക്ഷ നടന്നത്. ഇതിന്റെ സിലബസ് എന്ന് പറയുന്നത് ബേസിക് എഞ്ചിനീയറിംഗ് ഡ്രോയിങ്, അതുപോലെ തന്നെ യൂണിറ്റ്സ് ആൻഡ് മെൻസുറേഷൻ, ഓട്ടോകാഡ്, സർവേയിങ്, ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ, ബിൽഡിംഗ് ഡ്രോയിങ് ആൻഡ് എസ്റ്റിമേറ്റിംഗ്, ഹൈഡ്രോളിക്സ് ആൻഡ് ഇറിഗേഷൻ. ഇങ്ങനെ സിലബസ് വളരെ വ്യാപിച്ചു കിടക്കുന്ന ഒരു സിലബസ് ആണ്. അതുകൊണ്ട് തന്നെ ഉദ്യോഗാർത്ഥികൾക്ക് ധാരാളം പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ പഠിച്ചാൽ മാത്രം പോരാ, അതിൽ നിന്ന് ഏത് ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻ വരും എന്നതിനെക്കുറിച്ച് വളരെയധികം കൺഫ്യൂഷനുള്ള ഏരിയ ആയിരുന്നു പൊതുവെ എല്ലാം തന്നെ. അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുമ്പോൾ ഒത്തിരിയധികം ഭാഗങ്ങൾ റെഫർ ചെയ്യേണ്ടതായിട്ട് വന്നു എന്നുള്ളതാണ് പൊതുവെ ഉള്ള അഭിപ്രായം. അതുപോലെ തന്നെ തയ്യാറെടുക്കാൻ വേണ്ടിയിട്ട് സമയം അധികം കിട്ടിയില്ല. അങ്ങനെ ഈ ഓവർസിയർ ഗ്രേഡ് 3 033/2024 21,313 പേരാണ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് കൺഫർമേഷൻ കൊടുത്തത്. എന്നാൽ ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 2 238/2024 ഇതിന്റെ കാറ്റഗറി നമ്പറിൽ 20,061 പേരാണ് കൺഫർമേഷൻ കൊടുത്തത്. അപ്പോൾ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പരീക്ഷ വളരെ പ്രയാസമായിരുന്നു എന്ന് ധാരാളം ഉദ്യോഗാർത്ഥികൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പരീക്ഷയുടെ ചോദ്യങ്ങളെല്ലാം തന്നെ നല്ല നിലവാരത്തിലുള്ള ചോദ്യങ്ങളായിരുന്നു എന്നും പരീക്ഷയ്ക്ക് വളരെയധികം കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിൽ ചോദ്യങ്ങൾ ഉണ്ടായി എന്നും പല ഉദ്യോഗാർത്ഥികളും അഭിപ്രായം പറഞ്ഞു. അപ്പോൾ പരീക്ഷയുടെ കട്ട് ഓഫ് മാർക്ക് എങ്ങനെ വരുമെന്നുള്ളതിനെ കുറിച്ച് വളരെയധികം വിഷമത്തോടു കൂടിയാണ് പല ഉദ്യോഗാർത്ഥികളും കാത്തിരിക്കുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ കട്ട് ഓഫ് മാർക്ക് വളരെയധികം കൂടാനോ അല്ലെങ്കിൽ കുറയാനോ സാധ്യത. എങ്ങനെയാവും ഇതിന്റെ കട്ട് ഓഫ് മാർക്ക് വരിക? അപ്പോൾ ഇത്രയധികം ഉദ്യോഗാർത്ഥികൾ പരീക്ഷയ്ക്ക് വേണ്ടി കൺഫർമേഷൻ കൊടുത്തു എങ്കിലും ഓവർസിയർ ഗ്രേഡ് 3 ഏകദേശം ഒരു 62-63% ഉദ്യോഗാർത്ഥികൾ മാത്രമേ ഹാജരായുള്ളൂ എന്നും, അതുപോലെ തന്നെ ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 2 20,061 പേരുണ്ടെങ്കിൽ അതിലും ഒരു 60% ഉദ്യോഗാർത്ഥികൾ മാത്രമേ പരീക്ഷയ്ക്ക് വേണ്ടി ഹാജരായിട്ടുള്ളൂ എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. കൃത്യമായുള്ള കണക്കുകളൊക്കെ തന്നെ പുറത്തു വരുന്നതേ ഉള്ളൂ. എങ്കിൽ പോലും ഏകദേശ ഒരു ധാരണയിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ വിലയിരുത്തുന്നത്. അപ്പോൾ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പൊതുവെ കൺഫർമേഷൻ കൊടുത്തതിന് ശേഷം പരീക്ഷ പലവിധ കാരണങ്ങൾ കൊണ്ട് തന്നെ പരീക്ഷ എഴുതാൻ വരാത്തൊരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്ന ഒരു സ്ഥിതിവിശേഷം നിലവിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ അങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെ പൊതുവെ പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികളുടെ ശതമാനത്തിലൊക്കെ തന്നെ കുറവ് സംഭവിക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ പരീക്ഷ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ ഓവർസിയർ ഗ്രേഡ് 3 ഒരു 55-നും 60-നും ഇടയ്ക്കുള്ള കട്ട് ഓഫ് മാർക്ക് വരാനാണ് സാധ്യത ഏറെ. അതുപോലെ തന്നെ ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 2 അത് 58-നും 62-നും ഇടയ്ക്ക് കട്ട് ഓഫ് മാർക്ക് വരാനുള്ള സാധ്യത ഏറെയാണ്. അപ്പോൾ ഇതിന്റെ തുടർ നടപടികളൊക്കെ തന്നെ ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. അപ്പോൾ ഇതിന്റെ ഷോർട്ട് ലിസ്റ്റും കാര്യങ്ങളൊക്കെ തന്നെ ഉടൻ തന്നെ പ്രസിദ്ധീകരിക്കുന്നതാണ്. ബാക്കിയുള്ള തുടർ നടപടികളൊക്കെ തന്നെ മുമ്പോട്ട് ഉടൻ തന്നെ ആരംഭിക്കുകയും ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാനുള്ള നടപടികളൊക്കെ പൂർത്തിയാക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ ഉദ്യോഗാർത്ഥികൾക്ക് അധികം വൈകാതെ തന്നെ ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയും ഒക്കെ ബാക്കിയുള്ള നടപടിയിലൊക്കെ തന്നെ പ്രവേശിക്കാൻ സാധിക്കുന്നതുമാണ്. നിയമനങ്ങളങ്ങനെ തന്നെ അടുത്ത വർഷം ആദ്യം തന്നെ നടക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റു പ്രധാനപ്പെട്ട ഒരു കാര്യം, പ്രൊവിഷണൽ ആൻസർ കീ നാളെ പ്രസിദ്ധീകരിക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് പ്രൊഫഷണൽ ആൻസർ കീയിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യാം. ഉദ്യോഗാർത്ഥികൾക്ക് അവരവരുടെ ഏതെങ്കിലും ചോദ്യങ്ങളിൽ തെറ്റോ ആൻസർ കീയിൽ എന്തെങ്കിലും തെറ്റുകളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉടൻ തന്നെ ചലഞ്ച് ചെയ്യാവുന്നതാണ്. അങ്ങനെ ചലഞ്ച് ചെയ്താൽ അതിൻ്റെ ആ തിരുത്തലുകളൊക്കെ വരുത്തി ഫൈനൽ ആൻസർ കീ പ്രസിദ്ധീകരിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ പരീക്ഷ പൊതുവെ പ്രയാസമുള്ളതായിരുന്നു എന്നുള്ളതാണ് പൊതുവെയുള്ള അഭിപ്രായം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.